തോട്ടത്തിൽ ആണെങ്കിൽ ഇന്നലെ ഇച്ചിരി വിളഞ്ഞില്ലല്ലോ, ഇന്ന് വിളഞ്ഞോ നമുക്ക് കൈ എടുക്കാം. കുറെ നടക്കണം, ഇങ്ങോട്ടൊക്കെ നടക്കണം, അല്ലെങ്കിൽ കുറെ നടക്കണം. ഇത് നമ്മുടെ പഴയ സ്ലൈഡാണ് നമ്മളുണ്ടാക്കിയത്. നമ്മള് കയറി ഇരുന്ന് എൻ്റെ അടുത്ത് പറയാനില്ല, ഇവിടെ വെള്ളമായതുകൊണ്ടാണ്. ഇവിടെ വെള്ളമായതുകൊണ്ട് ഇരിക്കാൻ പറ്റില്ല. കേരളമായിട്ട് തെന്നു ഞാനിപ്പോ ഇങ്ങനെ ഇതുണ്ട്. ഇവിടെ ഇവിടെ ഫസ്റ്റ് ഞങ്ങൾ ഇവിടെ കുളിച്ചല്ല, മഴ പെയ്തപ്പോ ഞങ്ങൾ ഇവിടെ സ്ലൈഡ് ആണെങ്കിൽ ഇവിടെ ആ പുണ്യം ചെയ്യണേ. അയ്യോ നമുക്ക് തോട്ടത്തിൽ പോയാലോ? ഇതിനാണെങ്കിൽ ഗേറ്റും ഉണ്ട് ഗൈസ്, തുറക്കാം. ഇവിടെ ഒരു പുറത്തെ വര പോലെ ഫസ്റ്റ് ഇവിടെ കാണിച്ചത്. ഇത് ഈ ചെടിയുടെ പേര് എനിക്ക് അറിഞ്ഞൂടാ. ഇത് നമ്മളെ നെല്ലിക്ക, നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇത് അമ്പലം, ചിലപ്പോഴൊക്കെ പുറത്ത് ചെയ്യുന്നു. ഇതാ നമ്മളെ ഇങ്ങനെ കൊണ്ടുവരുന്ന കുളം. വേറെ അവിടെ ഉണ്ട് മാവ്, വള്ളിരായി. നേരത്തെ ഇത്ര ഉള്ളതാണ്, ഇപ്പൊ ഇത്ര ഇതുണ്ടോ? ഇവിടെ ഇപ്പം കണ്ടോളേ, ഐഫോണിൽ വെള്ളം വരച്ചത്. ഇതാണ് ഗൈസ് മുല്ലപ്പൂ. നമ്മുടെ വീട്ടിലൊക്കെ അങ്ങ. ഇത് നമ്മുടെ പേരെനിക്കൊന്നു മറന്നു. സോറി നമ്മൾ ഗാനം കാണിക്കണേ. ഇത് മുള സ്ട്രോബെറി തോട്ടം കാണിക്കാൻ നോക്കാം. ഫസ്റ്റ് ആണ് ഇവിടെ നോക്കാം. സ്ട്രോബെറി ഹായ് സ്ട്രോബെറി പറിച്ചാലോ ഗൈസ്? മച്ചം ആ കമ്പം മുടിച്ചത് സ്ട്രോബെറി കിട്ടി. ഈ കൈ മാറ്റി അത് നമ്മളെ പോക്കറ്റ് വയ്ക്കാം. അല്ല, ഞാൻ പിടിക്കാം. ഇതെന്റെ ഗാർഡനിൽ വീഡിയോ എടുക്കാൻ വന്ന ആളാണ്. ഇത് റെഡ് തോട്ടമാണ് ഗൈസ്, റെഡ് സ്ട്രോബെറി. രണ്ടെണ്ണം വിളഞ്ഞിട്ടുണ്ട്. എടുത്താലോ ഗൈസ്? എടാ നിന്റെ കൈ കൊണ്ട്, എന്റെ കൈ കൊണ്ട് എടുത്തുകൂടത്. ചില പുരുവൊക്കെ വരുന്നത്. ഇതെടുക്കാൻ പറ്റൂല, അതുകൊണ്ട് ഇത് ഒടിച്ചെടുക്കണം. കാശ് നമ്മുടെ ഇത്രയും ഉണ്ട്. അയ്യോ ചാടിപ്പോയി. ഇത് ഇനി കഴുകിയിട്ട് വരാം. ആബും വേറെ കഴുകിയല്ലേ ചെടിയൊക്കെ. അപ്പൊ ഓക്കെ ഗൈസ്, ടാറ്റാ ബൈ ബൈ. നിക്ക് ഗൈസ്, നമുക്ക് ഈ